ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഷൈൻ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് ചെയിൻ സ്പോക്കറിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എൻജിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, ഇതെല്ലാം പറഞ്ഞത് കേട്ടോ. അപ്പോൾ സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈൻഡറാണ്, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പോക്കറ്റ് നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. ബാക്കിലത്തെ സ്പോക്കറ്റൊക്കെ നല്ലോണം തേയ്മാനം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീലിൻ്റെ റബ്ബറുകളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറാൻ കൂട്ടത്തിൽ കൂടെ ആ വീൽ റബ്ബറൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ് ഓപ്പണായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് അഴിച്ച് വാഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. അതേപോലെ തന്നെ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നോട്ടർ സ്വിച്ചിൻ്റെ ഭാഗത്താണ് ലീക്ക് വരുന്നത് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓറിങ് പോയിട്ടുണ്ട്. ഓറിങ് മാറ്റിയിട്ടാൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ആ സ്വിച്ച് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സ്വിച്ച്, അത് ഈ സ്വിച്ച് അസംബ്ലിയുടെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. വിങ്കർ സ്വിച്ച് അസംബ്ലിയുടെയാണ് ആ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ഇതിവിടെ പൊട്ടി, ഔട്ടറൊക്കെ പൊട്ടിയേക്കുന്ന സിറ്റുവേഷൻ ആണ്, തുരുമ്പൊക്കെ ഇട്ട് പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിനകത്ത് തന്നെ പാർക്ക് ബൾബുകൾ വർക്കിംഗ് അല്ല, അപ്പോൾ അത് മാറ്റിയിടേണ്ടി വരും. 2 ബൾബ് പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി പോയിട്ടും ഫ്രണ്ട് ടയറൊക്കെ ഫുള്ള് തീർത്താൽ നിൽക്കണേ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എൻഡാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വരെ ശരിക്കും അതിനോട് ലെവലായിട്ടുണ്ട്. അടുത്ത സർവീസ് വരെ ഒരു പക്ഷേ ചിലപ്പോൾ കിടന്നു വരില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. കാരണം ഇതിനിപ്പോൾ ഇതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ മെറ്റൽ കയറിയിട്ടായിരിക്കും ഈ പ്ലേറ്റുമേക്ക് പിടിക്കുക. അപ്പോൾ പ്ലേറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും അതിൻ്റെ ഉപയോഗം 95% കഴിഞ്ഞാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. അതേപോലെ തന്നെ ബ്രാക്കറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്ത് കൂട്ടത്തിൽ അതിൻ്റെ ബൂട്ട് സെറ്റും കൂടി മാറ്റി റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഓയിൽ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും നോക്കണ്ട. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും അത്യാവശ്യം പൊടി കയറി നല്ല രീതിയിൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും. എന്നാലാണ് അത് ആ ഭാഗം പെർഫെക്റ്റായി പോകുള്ളൂ. പിന്നെ ഉള്ളത് സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബാറ്ററിയുടെയാണ് പ്രോബ്ലം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.12 നിസ്സാര കുറവ്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നത്. ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ചാർജൊക്കെ ചെയ്ത് നോക്കിയേക്കണ ബാറ്ററിയാണ്. അപ്പോൾ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വയ്ക്കുക തന്നെ വേണം. അതാണ് റെഡി ആവുള്ളൂ. പിന്നെ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ തന്നെ ബുഷുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, ഒടിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ബുഷുകൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസ്, ചെയിൻ സ്പോക്കറ്റ് മാറാം, എഞ്ചിൻ ഓയിലിൻ്റെ ലീക്ക്, ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ട്, സ്പാർക്ക് ബൾബ് കംപ്ലയിൻറ്റ്, അതേപോലെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും കംപ്ലയിൻറ്റ്. അതൊക്കെയാണ് മെയിനായിട്ട് വന്നേക്കണ വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം അതൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എത്ര കോസ്റ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.